ഒരു മനുഷ്യൻ്റെ കഴിവുകളെ അവൻ്റെ ചിന്തകളിലൂടെ മാത്രമേ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ്റെ എല്ലാ വാസനകളെയും ഉയർത്തുകയും നിരാകരിക്കുകയും തടയുകയും ചെയ്യുന്നത് അവൻ്റെ മനസ്സും ചിന്തകളുമാണ്. എനിക്ക് സ്മോക്കിംഗ് ഉണ്ട്, എനിക്കത് നിർത്തണം. എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്കത് കൂട്ടണം. എനിക്ക് മറ്റുള്ള ചെറിയ മോശ വിചാരങ്ങളുണ്ട്, അത് കുറയ്ക്കണം. ഇതെല്ലാം മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. എല്ലാം മനസ്സിലാണ്. മനസ്സ് എന്ന് പറയും, മനസ്സിങ്ങനെ പറയും. ചിന്ത എന്ത് പറയും എന്ന് പറഞ്ഞാൽ വേണോ വേണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ വീണ്ടും ഞാൻ എന്നെ പരാജയപ്പെടുത്തും. എന്നെ പരാജയപ്പെടുത്തുന്നത് ആരാ? എൻ്റെ ചിന്ത തന്നെയാണ്. അവിടെയും ചിന്ത തന്നെയാണ്. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അല്ല, യുവർ കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ അഘോരിമാരെടുത്ത് പോകുമ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേറെ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ ശരിയെന്നോ ഞാൻ തെറ്റെന്നോ ഞാൻ പറയാൻ ആളല്ല. ഞാൻ ശരിയും തെറ്റുമല്ല, ഞാൻ രണ്ടുമല്ല. എനിക്ക് രണ്ടാവാനും ആഗ്രഹമില്ല. കാരണം ശരിയെന്ന് പറയുന്ന സാധനമില്ല, തെറ്റെന്ന് പറയുന്ന സംഗതിയില്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. രണ്ടും വിഡ്ഢിത്തരമായ രണ്ട് വാചകങ്ങളാണ്. മനസ്സിലാക്കൽ മാത്രമാണ് ശരി. ശരിയില്ല, തെറ്റുമില്ല. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? മൂന്നാൾക്കാർ ഇങ്ങനെ നിൽക്കുക. ഒരാളൊരു കൊടി കണ്ടിട്ട് പറയുക, കൊടി ഇളകുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ മുന്നേ കൊടിയാണ് ഇളകുന്നതെന്ന് പറഞ്ഞു. അല്ലല്ല, കാറ്റാണ് ഇളകുന്നത് എന്ന് പറഞ്ഞു മറ്റേ ആൾ. ഒരാൾ പറയാണ് കൊടിയാണ് ഇളകുന്നത്, മറ്റൊരാൾ തെറ്റാണ് നീ പറഞ്ഞത്, കാറ്റാണ് ഇളകുന്നത്. ചലനമാണല്ലോ. വളർന്നത് രണ്ടുമല്ല ഇളകുന്നത്, നിന്റെ മനസ്സാണെന്ന്. ഏതാ ശരി നിങ്ങളിപ്പോൾ പറയുന്നത്? അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുന്നതാണ് പ്രധാനം. നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു, ഇതാണ് പ്രധാനം. മനസ്സിലാക്കുന്നതാണ് പ്രധാനം. ഇപ്പം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് പരിവർത്തനം വേണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ, പരിവർത്തനപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കലിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരണം. ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കലിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ എന്തൊരു കാര്യം നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകണം, മാറ്റത്തിന് പോകണം, മാറ്റം അനിവാര്യമാണ്, പരിവർത്തനം അനിവാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് മനസ്സിലാക്കുക എന്ന വലിയ ഒരു സംഗതിയുണ്ട്. അതിനെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ അമ്മയെ മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ സഹോദരിയെ മനസ്സിലാക്കുന്നു, എൻ്റെ ഗുരുവിനെ മനസ്സിലാക്കുന്നു. ഈ മനസ്സിലാക്കലാണ് പ്രധാനം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. മനസ്സിലാക്കുന്ന പ്രക്രിയയെ വളരെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. നിരന്തരമായി ഞാൻ പറയുന്ന ഈ വാക്ക് കേട്ടോളൂ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള അറിവിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക.